ലവ് ജിഹാദോ ലവ് ധർമ്മയുദ്ധമോ അത്തരം പദപ്രയോഗങ്ങൾ ഇത്തരം മരണങ്ങൾക്ക് ഉപയോഗിക്കാമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അരുണിന്റെ പീഡനത്തിൽ ഷഹന ആത്മഹത്യ ചെയ്തു. ഇത് തിരിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിന്റെ പീഡനത്തിൽ ആത്മഹത്യ ചെയ്തു. ഈ നാട്ടിൽ ഉണ്ടാകുന്ന പുകിൽ എന്തൊക്കെയായിരിക്കും? ഒരു സമുദായത്തെ മുഴുവൻ അരികുവൽക്കരിച്ച് അപരവൽക്കരിച്ച് വിദ്വേഷ പ്രചരണം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നമ്മുടെ ഹിന്ദുത്വ സഹോദരങ്ങളെല്ലാം ഉറങ്ങിയ മട്ടാണ്. ആരും ഈ വിഷയം ഏറ്റെടുക്കുന്ന പോലുമില്ല. എന്നോട് അപ്പൊ ഉസ്ബെക്കിസ്ഥാനിലെ വീഡിയോ ചെയ്തു എന്ന് ചോദിക്കും. ഞാൻ ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിലെ വീഡിയോ ആദ്യം ചെയ്ത ആൾക്കാരിലൊന്ന് ഞാനാണ്. കൃത്യമായിട്ട് ഇത് ചോദിച്ചു തന്നെയാണ് ചെയ്തത്. എന്തൊരു മതഭ്രാന്താണ് ഇത് എന്ന്. ഇത് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. ഇവന് ഈ അരുണിന് എന്തു തരം മതഭ്രാന്താണ്? ഇത് വെറും മതഭ്രാന്താണ്, അല്ലെങ്കിൽ ആൾക്കാരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. മതം നല്ലതാണ്, മതവിശ്വാസം മഹത്തരമാണ്, പക്ഷെ മതഭ്രാന്ത് തെറ്റാണ്. ഏഷ്യാനെറ്റിന്റെ വാർത്ത തന്നെയാണ് എടുക്കുന്നത്. മതം മാറി വിവാഹം ചെയ്യണമെന്ന് അരുണിന്റെ നിർബന്ധം. ഷഹനയുടെ സ്വകാര്യ വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണി. ഷഹനയെ ക്രൂരമായി മർദ്ദിക്കുകയും മറ്റും ചെയ്തു. അടൂർ മതം മാറി വിവാഹം കഴിക്കണമെന്ന ഷഹനയെ അരുൺ ഭീഷണിപ്പെടുത്തിയതായി പോലീസ്. അരുണിന്റെ സ്വഭാവ ദൂഷ്യം മനസ്സിലായതോടെ ഇയാളെ ഷഹന എതിർത്തിരുന്നതായും പോലീസ് വിശദമാക്കുന്നത്. പത്തനംതിട്ട അടൂരിലെ ഷഹനയുടെ തൂങ്ങി മരണത്തിൽ കാമുകൻ അരുൺ അറസ്റ്റിലായി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. തൂങ്ങി മരിക്കും മുമ്പ് ഷഹനയെ അരുൺ മർദ്ദിച്ചതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷഹനയുടെ സ്വകാര്യ വീഡിയോകളും ഫോട്ടോകളും മൊബൈൽ ഫോണിൽ ഇയാൾ പകർത്തിയിരുന്നു. തന്നെ വിവാഹം കഴിക്കണമെന്നും മതം മാറണമെന്നും അരുൺകുമാർ ഷഹനയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് തിരിച്ചായിരുന്നെങ്കിൽ ലവ് ജിഹാദ് എന്ന് വിളിച്ചേനെ. ഇപ്പൊ എന്ത് ലവ് ധർമ്മയുദ്ധം എന്ന് വിളിക്കണോ? നോക്കാം. സ്വഭാവ ദൂഷ്യം മനസ്സിലാക്കിയ ഷഹന ഇതിനെ എതിർത്തിരുന്നു എന്നാണ് പറയുന്നത്. തന്റെ ഒഴിവാക്കുന്നതിന്റെ വൈരാഗ്യത്തിൽ അരുൺകുമാർ ഷഹനയെ ഉപദ്രവിക്കുമായിരുന്നു. മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അരുണാണ് അറസ്റ്റിലായത്. അപ്പോ ഇതിന്റെ പ്രശ്നം ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇത് തന്നെ മുമ്പത്തെ കാര്യത്തിലും ചെയ്തിരുന്നു. അന്നും ചില ആൾക്കാർ പറഞ്ഞിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം വാർത്ത കൊടുത്തതാണ്. അത് സാവരിയുടെ കാര്യത്തിലാണ്. അത് മതഭ്രാന്താണെങ്കിൽ ഇതും മതഭ്രാന്ത് തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ കല്യാണം കഴിക്കാൻ പ്രണയിച്ച് മതം മാറേണ്ട ആവശ്യമില്ല. അന്ന് ഞാൻ പറഞ്ഞു ഷാറൂഖ് ഖാൻ മുസ്ലിമാണ്, ഭാര്യ ഗൗരിയാണ്, വീട്ടിൽ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നു, മക്കളുണ്ട്. നമ്മുടെ സുനിൽ ദത്ത് ഹിന്ദുവാണ്, വൈഫ് മുസ്ലിമാണ്, നർഗിസ്. മകനാണ് നമ്മുടെ ഇന്ന് ഫേമസ് ആയ സഞ്ജയ് ദത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം പ്രധാനമാണ്. നമ്മൾ വിശ്വാസം ഉപേക്ഷിക്കുകയൊന്നും വേണ്ട. പക്ഷേ വിശ്വാസത്തിനോടൊപ്പം പ്രണയത്തെയും കുടുംബത്തെയും കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ലാപ്ടോപ്പ് തലക്കടിച്ചു കൊന്ന ജിഹാദ് എന്ന് പറയുന്നവർ ഈ വിഷയം വരുമ്പോൾ മിണ്ടാതാകുന്നത് അതിന്റെ കാരണം അവർക്ക് അവരുടേതായ വർഗീയ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കേരള സ്റ്റോറിയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ബഹളം വെച്ചല്ലോ. ഇത് കേരള സ്റ്റോറി അല്ലേ? അത് ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന കേരള സ്റ്റോറി ആണെങ്കിൽ ഇത് കേരളത്തിൽ നടന്ന കേരള സ്റ്റോറി അല്ലേ? ഇവിടെ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്ത് മാറി അടൂരിൽ നടന്ന സ്റ്റോറി അല്ലേ? അവരിതിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുകയോ വീഡിയോ ചെയ്യുകയോ ഇല്ല. അപ്പോ യഥാർത്ഥത്തിൽ ഈ അരുണിന്റെ പല തരത്തിലുള്ള ചിത്രങ്ങൾ, പിക്ചേഴ്സ് പല സ്ഥലങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇയാള് തീവ്ര വലതുപക്ഷവുമായിട്ട് ബന്ധമുള്ള ആളാണെന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, കാണേണ്ടിയിരിക്കും. അപ്പോ ഇത് ഏത് തരത്തിലാണെങ്കിലും ഇത് മതഭ്രാന്താണ്. മതം മഹത്തരമാണ്, മതഭ്രാന്ത് തെറ്റാണ്. വിശ്വാസം മഹത്തരമാണ്, അന്ധവിശ്വാസം തെറ്റാണ്. സ്വസമുദായ സ്നേഹം മഹത്തരമാണ്, എന്നാൽ വർഗീയത വിദ്വേഷം തെറ്റാണ്. അപ്പോ സാവരിയാണെങ്കിലും ഈ ഷഹനയാണെങ്കിലും രണ്ട് സഹോദരിമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവനുകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. അൻസറുൽ എന്നെന്താണ് പേര്, അതും അരുണും ഒരേപോലെ തെറ്റുകാരാണ്. രണ്ടുപേരെയും, അവൻ കൊലപാതകത്തിന്റെ ശിക്ഷയാണ്, ഇവൻ ആത്മഹത്യാ പ്രേരണയുടെ ശിക്ഷയാണ്. രണ്ടുപേരും മതം മാറ്റാൻ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. പ്രണയം, ജീവിതം, അതിനോടൊപ്പം വിശ്വാസവും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും.